Hi all. So നമ്മുടെ KEAM എക്സാം അടുക്കാറായിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെ ബാക്കിയുള്ളൂ. വളരെ കുറച്ച് ദിവസം കൂടിയാണ് നമുക്കിനി KEAM ബാക്കിയുള്ളൂ. സോ നമുക്ക് ഒരുപാട് കുട്ടികൾ കൺസേൺ അറിയിച്ചുകൊണ്ട് മെസ്സേജ് ചെയ്യാറുണ്ട്. മിസ്സേ ലാസ്റ്റ് ഡേ ആണ്, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയില്ല, ഏതൊക്കെ പോർഷനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തരുമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കൺസേൺസ് കുട്ടികൾ അയക്കാറുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സോ നിങ്ങൾ ഏത് പോർഷനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്, ഏത് പോർഷനാണ് കുറച്ചൊന്ന് ഫോക്കസ് ലെസ് ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ ഏത് സബ്ജക്റ്റാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നത്. സോ നമുക്കറിയാം KEAM എന്ന് പറയുമ്പോൾ 3 സബ്ജക്റ്റാണ് മെയിൻലി വരുന്നത്. സോ എക്സാമിൻ്റെ പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കുമല്ലോ അല്ലേ. സോ മാത്സ് എന്ന് പറയുമ്പോൾ മാത്സിൽ നിന്ന് നമുക്ക് ടോട്ടലായിട്ട് 75 ക്വസ്റ്റ്യൻസ് ആണ് പേപ്പറിലുണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും. 75 ക്വസ്റ്റ്യൻസ് ഫ്രം മാത്സ് ആൻഡ് 45 ഫ്രം ഫിസിക്സ്. 45 ക്വസ്റ്റ്യൻ ഫിസിക്സിൽ നിന്നും. കെമിസ്ട്രിയിൽ നിന്ന് നമുക്ക് 30 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഇതാണ് ക്വസ്റ്റ്യൻ്റെ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ 75 അപ്പം ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഏത് സബ്ജക്റ്റാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ളത് വളരെ എവിഡൻ്റ് ആയിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും. മാത്സ് ആണ്. മാത്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സബ്ജക്റ്റാണ്. മാത്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. ദെൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ട് സബ്ജക്റ്റും ഒരേപോലെ അല്ല, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കുറച്ച് ബ്രൈറ്റ് ആണ്, മറ്റ് സബ്ജക്റ്റ് കുറച്ച് വീക്ക് ആണ് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് ഫോക്കസ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഫിസിക്സ് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ആളാണ്, ഫിസിക്സിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ സമയം ഫിസിക്സിന് സ്പെൻഡ് ചെയ്യുക. ദെൻ അതിലും കുറച്ച് സമയം കൊടുത്താൽ മതി കെമിസ്ട്രിക്ക്. ഓക്കെ, ഇനി അല്ല നിങ്ങൾ കെമിസ്ട്രിക്ക് കൂടുതൽ അറിയാം, കാര്യങ്ങൾ കൂടുതൽ അറിയാം, സോ കെമിസ്ട്രിയാണ് നിങ്ങൾക്ക് ഈസി എന്നുണ്ടെങ്കിൽ ഒരു 80% ഒക്കെ എന്ത് ചെയ്യുക, കെമിസ്ട്രിയിൽ സ്പെൻഡ് ചെയ്യുക. ബാക്കി 20% എന്ത് ചെയ്യുക, ഫിസിക്സിന് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഒരു 10% എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവനും ഏതെങ്കിലും ഒരു സിംഗിൾ സബ്ജക്റ്റിലേക്ക് കൊടുക്കാനല്ല ഞാൻ പറഞ്ഞത്. 80% നിങ്ങൾക്ക് കെമിസ്ട്രി ഈസി ആണെന്നുണ്ടെങ്കിൽ 80% കെമിസ്ട്രിക്ക് കൊടുക്കുക, 20% ഫിസിക്സിന് കൊടുക്കുക. ഫിസിക്സ് ഈസി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 80% ഫിസിക്സിന് കൊടുക്കുക, 20% എന്ന് പറയുന്നത് കെമിസ്ട്രിക്ക് കൊടുക്കുക. ഓക്കെ, ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡിവിഷൻ നമ്മളായിട്ട് തന്നെ നമ്മളുടെ ഒരു കേപ്പബിലിറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെ ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാം. സോ നമുക്ക് ആദ്യം തന്നെ പോർഷൻസിലേക്ക് വരാം. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് വീതം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ നമുക്ക് മാത്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. സോ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിന് നമുക്ക് ഒരു 6-7 ക്വസ്റ്റ്യൻസ്, 6 to 7 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി പോർഷനിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഈ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഒരു 6 to 7 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുക. കണ്ടിന്യൂറ്റി പോർഷൻ എന്ത് ചെയ്യുക, കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് പഠിക്കുക. ഓക്കെ, സോ ദെൻ അടുത്തത് വരുന്നത് കോണിക് സെക്ഷൻ. ഓക്കെ, സോ കോണിക് സെക്ഷൻ നോക്കുകയാണെങ്കിൽ തൊട്ട് മുകളിലുള്ള ചാപ്റ്ററാണ്. കോണിക് സെക്ഷൻ എന്ന് പറയുന്നത് ഈസി ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഡയറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആൻസേഴ്സ് ആണ്. സോ കോണിക് സെക്ഷനിൽ നിന്ന് നമുക്കൊരു 4 to 5 ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കോണിക് സെക്ഷനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ സീക്വൻസ് ആൻഡ് സീരീസിൽ ജോമെട്രിക്കൽ പ്രോഗ്രഷനിൽ നിന്ന് ചോദിക്കാം, ഹാർമോണിക് റിലേഷനിൽ നിന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ അതിൽ നിന്നൊരു 4 ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് മിനിമം എക്സ്പെക്ട് ചെയ്യാം ഈ പറയുന്ന സീക്വൻസ് ആൻഡ് സീരീസിൽ നിന്ന്. ദെൻ ബൈനോമിയൽ തിയറം, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, ഈ 2 ചാപ്റ്ററും വളരെ തിയറി കുറച്ചുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, സോ കൂടുതൽ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ നമ്മൾ തിയറിയിൽ ഫോക്കസ് കൊടുക്കാതെ കൂടുതൽ പ്രോബ്ലംസ് ഈ പറയുന്ന പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിൽ നിന്നും ബൈനോമിയൽ തിയറത്തിൽ നിന്നും കൂടുതൽ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പഠിക്കുക. സോ ഏകദേശം ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം, ഈ പറയുന്ന പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിൽ നിന്നും ബൈനോമിയൽ തിയറത്തിൽ നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ കോംപ്ലക്സ് നമ്പേഴ്സ്. സോ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുമ്പം എവിടെയാണ് കോംപ്ലക്സ് നമ്പേഴ്സ്, കാണുന്നില്ലല്ലോ. ഓക്കെ, ദെൻ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുമ്പം കോംപ്ലക്സ് നമ്പേഴ്സ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് പറയുന്നതാണ്. സ്റ്റുഡൻസ് പൊതുവെ കുറച്ച് ടഫാണ് ചാപ്റ്റർ എന്ന് പറയാറുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഡീൽ ചെയ്തിട്ട് കുറച്ച് സമയം കളയുന്നത് അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ അതിൻ്റെ ആ ഒരു പോർഷനിൽ വീക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതൽ സമയം അതിൻ്റെ അകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാം. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് യൂഷ്വലി ചോദിക്കുന്നത് ഒരു മാക്സിമം 4 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് ഈ പറയുന്ന കോംപ്ലക്സ് നമ്പേഴ്സിൽ നിന്നും ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാവുന്നത്. ദെൻ ട്രിഗ്നോമെട്രിയിലേക്ക് വരുമ്പോൾ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസിൽ നിന്ന് നമുക്ക് 4 to 5 ക്വസ്റ്റ്യൻസ് വരെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 4 to 5 ക്വസ്റ്റ്യൻസ് വരെ ട്രിഗ്നോമെട്രിയിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ്. വെൻ വി കെയിം ടു +2 പോർഷൻസ്, മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻറ്റ്സിൽ നിന്ന് നമ്മൾ PYക്ക് കൂടുതൽ എന്ത് ചെയ്യുക,
പ്രാക്ടീസ് ചെയ്യുക. PYQ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പം കഴിഞ്ഞ എക്സാമിനൊക്കെ ആണെങ്കിലും 5 സീരീസിൽ നിന്ന് ഏകദേശം ഒരു 19 ക്വസ്റ്റ്യനോളം മൊത്തത്തിൽ, അതായത് 5 സീരീസ് ഓഫ് എക്സാമിനേഷനിൽ നിന്ന് ഒരു 19 ക്വസ്റ്റ്യൻ എങ്കിലും ഈ പറയുന്ന മെട്രിക്സസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഒരു പേപ്പറിൽ നമുക്കൊരു 4 ക്വസ്റ്റ്യൻ എങ്കിലും ഈ പറയുന്ന 2 ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. സോ അതിനനുസരിച്ചുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടുതൽ എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക. ഈ ചാപ്റ്ററിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്ത് പഠിക്കാം. ഓക്കെ, സോ അതാണ് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന് വരുന്നത്. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. സോ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൻ്റെ കേസിൽ നിങ്ങൾ കാൽക്കുലസിൽ കുറച്ച് വീക്ക് ആണെന്നുണ്ടെങ്കിൽ, ലൈക്ക് ഈ പറയുന്ന ഇൻ്റഗ്രേഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ, ഡെറിവേറ്റീവ്സിലൊക്കെ കുറച്ച് വീക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ കുറച്ച് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം ഡയറക്റ്റ് ഇക്വേഷൻസ് ആണ്, ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക, കറസ്പോണ്ടിങ് ആൻസേഴ്സ് കണ്ടുപിടിക്കുക. സോ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു. സോ നിങ്ങൾ കാൽക്കുലസിൽ കുറച്ച് വീക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സിൽ എന്ത് ചെയ്യുക, കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ഏകദേശം ഒരു 3 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് വെക്ടേഴ്സ് ആൻഡ് 3D ജോമെട്രി, 3-dimensional ജോമെട്രി. സോ വെക്ടേഴ്സിൽ നിന്നും 3-dimensional ജോമെട്രിയിൽ നിന്നും നമുക്ക് ഏകദേശം ഒരു 8 ക്വസ്റ്റ്യൻ ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ വിച്ച് ഇസ് ഇൻ്റഗ്രൽസ്. ഓക്കെ, ഇൻ്റഗ്രൽസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇൻ്റഗ്രൽസിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് മാത്സിൽ നിന്ന് ചോദിക്കുന്നത്. ഞാനിപ്പോഴും പറയുന്നു, വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്ററാണ് ഇൻ്റഗ്രൽസ്. ഇതിൽ നിന്ന് ഏകദേശം നമുക്കൊരു 8 to 9 ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻ്റഗ്രൽസിൽ നിന്ന് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ അതൊരിക്കലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നൊരു പോർഷൻ അല്ല. ദെൻ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിൽ നിന്നും ഏകദേശം ഒരു ഇപ്പോൾ ഒരു 5 സീരീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 5 സീരീസിൽ നിന്നും മൊത്തത്തിൽ ഒരു 14 ക്വസ്റ്റ്യൻ എങ്കിലും ഈ പറയുന്ന ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അതിനനുസരിച്ച് പെർ പേപ്പർ നോക്കുകയാണെങ്കിൽ ഒരു 3 ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം നമുക്ക് ഈ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഇതൊക്കെയാണ് മാത്സിൻ്റെ കേസിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ നമ്പേഴ്സ് എന്നൊക്കെ പറയുന്നത്. സോ മൊത്തത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു 1/3%. സോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു 1/3 പോർഷൻ, ഒരു മാത്സിൻ്റെ ടോട്ടൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1/3 പോർഷൻ എന്താണ്, കാൽക്കുലസ് ആണ്. ഓക്കെ, സോ ആ കാൽക്കുലസിൽ മോർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മാത്സിൻ്റെ അകത്ത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ ഫിസിക്സിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റിൽ നിന്ന് തുടങ്ങാം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 1 to 2 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ. ഈ 3 ചാപ്റ്ററിൽ നിന്നും മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, ദെൻ ലോസ് ഓഫ് മോഷൻ, ഈ 3 ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 1 to 5 ക്വസ്റ്റ്യൻസ് വരെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, 1 to 5 ക്വസ്റ്റ്യൻസ് വരെ എക്സ്പെക്ട് ചെയ്യാം. ദെൻ വർക്ക് എനർജി പവർ ആൻഡ് ഗ്രാവിറ്റേഷൻ, വർക്ക് എനർജി പവറും ഗ്രാവിറ്റേഷനും, ഈ 2 ചാപ്റ്ററിൽ നിന്നും നമുക്ക് ഏകദേശം ഒരു 4 ക്വസ്റ്റ്യനോളം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ വർക്ക് എനർജി പവറും ഗ്രാവിറ്റേഷനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾക്ക് വർക്ക് എനർജി പവർ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് കേട്ടോ അത്. വർക്ക് എനർജി പവർ ഗ്രാവിറ്റേഷൻ അത് ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നാണ് ഒരു സജഷൻ ഉള്ളത്. കാരണം നമ്മൾ അതിൻ്റെ അകത്ത് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതോറും നമ്മളുടെ ബാക്കിയുള്ള ഫോക്കസ് കൊടുക്കാനുള്ള ചാപ്റ്ററിൻ്റെ ടൈം പോവുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് അത് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഡോണ്ട് വേസ്റ്റ് ടൈം ഓൺ ഇറ്റ്. ദെൻ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ദെൻ സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, ദെൻ ഫ്ലൂയിഡ്സ്, 2 ചാപ്റ്ററിൽ നിന്നും ഏകദേശം ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ തെർമോഡൈനാമിക്സ് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചാപ്റ്ററാണ്. തെർമോഡൈനാമിക്സിൽ നിന്ന് 5 മുതൽ 6 വരെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. 5 to 6 ക്വസ്റ്റ്യൻസ് എങ്കിലും തെർമോഡൈനാമിക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ ഏത് ചാപ്റ്ററാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ അതിന് നമുക്ക് അത്യാവശ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ, പഠിക്കാനായിട്ട്. ദെൻ ഓസിലേഷൻസിൽ നിന്ന് നമുക്കൊരു 2 ക്വസ്റ്റ്യൻ എങ്കിലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ നമ്മൾ +2 പോർഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ
+2 പോർഷൻ്റെ അകത്ത് നമ്മൾ ആദ്യത്തെ ഒരു 3 ചാപ്റ്റർ വിച്ച് ഇസ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, ഇലക്ട്രോ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റി, ദെൻ കറണ്ട് ഇലക്ട്രിസിറ്റി. ഈ ഒരു 3 ചാപ്റ്ററിൽ നിന്ന് മൊത്തത്തിൽ നമുക്കൊരു 5 മുതൽ 6 ക്വസ്റ്റ്യൻസ് വരെ എക്സ്പെക്ട് ചെയ്യാം. 5 to 6 ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ദെൻ അതിന് താഴത്തേക്കുള്ള മാഗ്നറ്റിക് റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ലൈക്ക് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഓൾട്ടർനേറ്റീവ് കറണ്ട് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഈ ഒരു 5 ചാപ്റ്റർ. ഓക്കെ, സോ ദിസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. സോ ഈ ഒരു 5 ചാപ്റ്ററും കൂടെ കൂടിയിട്ട് 4 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാവുന്നതാണ് ക്വസ്റ്റ്യൻസ്. ദെൻ അതിന് താഴത്തോട്ട് വരുന്ന ഒപ്റ്റിക്സിൻ്റെ ചാപ്റ്റർ, റേ ഒപ്റ്റിക്സ്, വേവ് ഒപ്റ്റിക്സ്, ഈ 2 ചാപ്റ്ററിൽ നിന്ന് നമുക്കൊരു 5 to 6 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ദെൻ താഴത്തോട്ടുള്ള ആറ്റംസ്, ന്യൂക്ലിയൈ, ദെൻ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ്. സോ ദിസ് ടൈപ്പ് ഓഫ് ചാപ്റ്റേഴ്സ്, അതിൽ നിന്ന് നമുക്കൊരു 5 ക്വസ്റ്റ്യൻ. മൊത്തത്തിൽ ഈ പറയുന്ന ഒപ്റ്റിക്സിന് ശേഷം വരുന്ന ആ ഒരു കണ്ടിന്യൂസ് 4 ചാപ്റ്ററിൽ നിന്ന് നമുക്കൊരു 5 ക്വസ്റ്റ്യൻസ്, 5 മാർക്കിൻ്റെ അല്ല 5 ക്വസ്റ്റ്യൻസ് എങ്കിലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു കാറ്റഗറിയിലാണ്, സോ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഫിസിക്സിന് ഫോക്കസ് കൊടുക്കാൻ പറ്റുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രാവിറ്റേഷനും ഈ പറയുന്ന വർക്ക് എനർജി പവറൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ദീസ് ചാപ്റ്റേഴ്സ്. ഓർ അതർവൈസ് ഈ പറയുന്ന ക്വസ്റ്റിൻ്റെ നമ്പർ എത്രയാണോ ഏത് ചാപ്റ്റേഴ്സിൽ നിന്നാണോ കൂടുതൽ നമ്പേഴ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ആ ചാപ്റ്റേഴ്സ് അനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോക്കസ് മാറ്റുക. ഓക്കെ, ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ കെമിസ്ട്രിയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ കെമിസ്ട്രിയിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം, ക്ലാസിഫിക്കേഷൻ, ഈ ഒരു എന്താ പറയുക, ഇതൊക്കെ ഏകദേശം ഒരു സിമിലാരിറ്റി ഉള്ള ചാപ്റ്റേഴ്സ് ആണല്ലോ. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൻ്റെ ഒക്കെ കണ്ടിന്യൂറ്റി ആണ് ഈ പറയുന്ന പോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി. നമുക്ക് ഒരേ ലെവലിൽ പഠിച്ചു പോകാൻ പറ്റുന്നതാണ്. സോ അതിൽ നിന്നൊക്കെ ഏകദേശം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വീതം എക്സ്പെക്ട് ചെയ്യാം. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷനിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വീതം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ, നമ്മൾ കെമിസ്ട്രിയിൽ അത്യാവശ്യം ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടതാണ് ഈ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. തെർമോഡൈനാമിക്സിൽ നിന്ന് നമുക്കൊരു 2 ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ നിന്നും അയണിക് ഇക്വിലിബ്രിയത്തിൽ നിന്ന് നമുക്ക് 3 മുതൽ 4 വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. 3 മുതൽ 4 വരെ. അതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് അയണിക് ഇക്വിലിബ്രിയ, സോലബിലിറ്റി കോൺസ്റ്റന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യാനായിട്ട് പഠിക്കുക. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, സോലബിലിറ്റി കോൺസ്റ്റന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ അകത്ത്. ദെൻ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടിരിക്കുക. ലൈക്ക് ഈ കെമിക്കൽ ഇക്വിലിബ്രിയത്തിലും അയണിക് ഇക്വിലിബ്രിയത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക, അത് സോൾവ് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, സോ അതാണ് കൂടുതൽ യൂസ്ഫുൾ. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു ക്വസ്റ്റ്യൻ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. റിഡോക്സ് റിയാക്ഷനിൽ നിന്ന് റെയർലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ റിഡോക്സ് റിയാക്ഷൻ്റെ കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി വെച്ചിട്ട് പോവുക. ഓക്കെ, ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് പല ചാപ്റ്റേഴ്സിലും നമുക്ക് ആവശ്യമുണ്ടല്ലോ. സോ ആ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യരുത്, അതിൻ്റെ അകത്ത് കണ്ടന്റ് നമുക്ക് ആവശ്യമുള്ളതാണ്. ദെൻ ഓർഗാനിക് കെമിസ്ട്രി, നിങ്ങളിപ്പം ഈ പറയുന്ന ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് വരുവാണെങ്കിൽ ഹാലോ ആൽക്കെയിൻസ്, ഹാലോ അറീൻസ്, ആൽക്കഹോൾ, ഫീനോൾ, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്, നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി വീക്ക് ആണെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഓർഗാനിക് കെമിസ്ട്രി നമുക്കൊന്നും അറിയില്ല, വീക്കാണ്, അത് പഠിക്കുമ്പം ഒന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യുക. ദെൻ ഫിസിക്കൽ കെമിസ്ട്രിയിലും ഇൻഓർഗാനിക് കെമിസ്ട്രിയിലും ഫോക്കസ് കൊടുക്കുക. ഓക്കെ, സോ ഫിസിക്കൽ ആയിരിക്കും എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആളുകൾക്കും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള പോർഷൻ. സോ ഫിസിക്കൽ കെമിസ്ട്രി റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് ഞാൻ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ കെമിസ്ട്രി റിലേറ്റ് ചെയ്തിട്ടുള്ള പോർഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓർഗാനിക്കിൽ കുറച്ച് ഒന്ന് ഡിലേ ആക്കാം. അതർവൈസ് ഫിസിക്കൽ ആൻഡ് ഇൻഓർഗാനിക്കിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. അല്ല നിങ്ങൾ ഇനി ഓർഗാനിക്കിലാണ് കൂടുതൽ കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇൻഓർഗാനിക്കിലും ഫിസിക്കലിലും കുറച്ചൊന്ന് എന്താ പറയുക, ഒന്ന് ലൂസായിട്ട്, അല്ല നിങ്ങളിനി ഓർഗാനിക്കിൽ എക്സലൻ്റ് ആണ്, നിങ്ങൾ ഓർഗാനിക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഓർഗാനിക്കിന് അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇനി ഓർഗാനിക് വീക്കായ കേസിലാണ് ഞാൻ പറയുന്നത്. ഓർഗാനിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടറിയാം, ഈ പറയുന്ന ഓർഗാനിക്കിൻ്റെ ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ മാക്സിമം നമുക്ക് 1 to 2 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ അത് ആ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് കംപ്ലീറ്റ് നമ്മൾ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഫിസിക്കൽ കെമിസ്ട്രിയിലും ഇൻഓർഗാനിക് കെമിസ്ട്രിയിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെയൊക്കെയാണ് മാർക്കിൻ്റെ പാറ്റേൺ വരുന്നത്. അമൈൻസിൽ നിന്നാണെങ്കിലും ബയോമോളിക്കൽസിൽ നിന്നാണെങ്കിലും ഏകദേശം ഒരു ക്വസ്റ്റ്യൻ ഒക്കെയാണ് നമ്മൾ മിനിമം എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, സോ കൂടുതൽ ഫിസിക്കലിൽ ഔട്ട് ഓഫ് ഓൾ ഓഫ് ദിസ്, സോ കൂടുതലും എന്ത് ചെയ്യുക, ഫിസിക്കലിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഫിസിക്കൽ എസ്പെഷ്യലി സ്ട്രക്ചർ ഓഫ് ആറ്റംസിലും ഈ പറയുന്ന സൊല്യൂഷൻസ്,
സം ബേസിക് കോൺസെപ്റ്റ് ഇൻ കെമിസ്ട്രി, അതിനകത്ത് മൊളാലിറ്റി റിലേറ്റ് ചെയ്തുള്ള ടേംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. തെർമോഡൈനാമിക്സ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്. തെർമോഡൈനാമിക്സിൻ്റെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് പഠിക്കുക. കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, കെമിസ്ട്രിയിലും കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഇതുപോലെ റെഫർ ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഒരു പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു സോ ഇതൊക്കെയാണ് നമുക്ക് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. നിങ്ങൾ കെമിസ്ട്രിയിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ബോറടിപ്പിക്കുന്നില്ല. ലൈക്ക് ഓർഗാനിക് ആണെന്നുണ്ടെങ്കിൽ, ഓർഗാനിക് എക്സലൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഓർഗാനിക്കിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക, അല്ലെങ്കിൽ ആ കൊടുക്കേണ്ട ഫോക്കസ് എന്തിലേക്ക് മാറ്റുക, ഫിസിക്കലിലേക്കും ഇൻഓർഗാനിക്കിലേക്കും മാറ്റാം. ഓക്കെ, സോ ഈ രീതിയിൽ പഠിച്ചു പോവുക, അടിപൊളിയായിട്ട് പഠിച്ച് നല്ല രീതിയിൽ മാർക്കൊക്കെ മേടിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ.